എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL ബാംഗ്ലൂർ കോംപ്ലക്സിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷൻ നോക്കാം. തസ്തിക വരുന്നത് ട്രെയിനി എഞ്ചിനീയർ 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് അതാത് സ്ട്രീമുകളിൽ BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. 4 ഇയർ കോഴ്സ് ആയിരിക്കണം. ഇനി ഏതൊക്കെയാണ് ഡിസിപ്ലിൻസ് വരുന്നതെന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് 258 വേക്കൻസി, മെക്കാനിക്കൽ 131 വേക്കൻസി, കമ്പ്യൂട്ടർ സയൻസ് 44 വേക്കൻസി, ഇലക്ട്രിക്കൽ 55 വേക്കൻസി, ടോട്ടൽ 488 പോസ്റ്റ്. ഇത്രയും വേക്കൻസി വരുന്നത് ബാംഗ്ലൂരിൽ മാത്രമാണ്. ഇനി ഓൾ ഓവർ അല്ലെങ്കിൽ അക്രോസ് ഇന്ത്യ വരുന്നത് ഇലക്ട്രോണിക്സ് 43 വേക്കൻസി, മെക്കാനിക്കൽ 55 വേക്കൻസി, ഇലക്ട്രിക്കൽ 24 വേക്കൻസി, ടോട്ടൽ 122 വേക്കൻസി. ഈ വേക്കൻസികൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വരാവുന്നതാണ്. അപ്പോൾ ഇത്രയും വേക്കൻസിയിലേക്കാണ് ആകെ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ സ്ട്രീമുകളിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. PWBD കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി EWS ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സ് വരെയാണ്. OBC കാറ്റഗറി ആണെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവുണ്ട്. SC/ST കാറ്റഗറി ആണെങ്കിൽ 5 വയസ്സിൻ്റെ ഇളവുണ്ട്. അതുപോലെ തന്നെ PWBD കാറ്റഗറി ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജിൽ ഇളവ് ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. EWS, OBC, SC/ST, PWBD ആണെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഓരോ സ്ട്രീമിലും BTech, BE, BSc എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത വേണ്ടത്. ഇനി ഓരോ സബ്ജക്റ്റിനും അക്സെപ്റ്റബിൾ ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഈ സ്ട്രീമുകളിലാണ് യോഗ്യത വേണ്ടത്. ഇനി ട്രെയിനി എഞ്ചിനീയേഴ്സിന് ഇനിഷ്യലി 2 വർഷത്തേക്കായിരിക്കും നിയമനം വരുന്നത്. പിന്നീട് 1 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ടോട്ടൽ 3 ഇയേഴ്സ് ആയിരിക്കും എൻഗേജ്മെൻറ്റ് പീരീഡ് വരുന്നത്. നിങ്ങൾക്ക് സ്റ്റൈഫൻ ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ 30,000 റുപ്പീസാണ്, സെക്കൻഡ് ഇയറിൽ 35,000 ആണ്, തേർഡ് ഇയറിൽ 40,000 ആയിരിക്കും റെമുനറേഷനായിട്ട് ലഭിക്കുന്നത്. ഈ എമൗണ്ട് കൂടാതെ 12,000 രൂപയോട് അധികം ലഭിക്കുന്നതായിരിക്കും. 12,000 റുപ്പീസാണ് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ അതർ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ എമൗണ്ട് തരുന്നത്. ആദ്യം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് 6,000 രൂപ തരും. പിന്നീട് 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാലൻസ് എമൗണ്ട് തരുന്നതായിരിക്കും. വേക്കൻസി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില പോസ്റ്റുകൾ ബാംഗ്ലൂരിൽ മാത്രമാണ്, മറ്റു ചില പോസ്റ്റുകൾ അക്രോസ് ഇന്ത്യയാണ് വരുന്നത്. ഇനി നിങ്ങളിവിടെ ട്രെയിനി എഞ്ചിനീയറായിട്ട് 2 വർഷം കംപ്ലീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങളെ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് അസസ്മെൻറ്റ് സ്കോർ ആസ് ട്രെയിനി എഞ്ചിനീയർ 80% ആൻഡ് എബോവ് ആയിരിക്കണം. അറ്റൻഡൻസും 80% എബോവ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ട് ഒരു റിമാർക്കും ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ടും ഓഫീസറായിട്ടും ഒക്കെ നിയമനം ലഭിക്കാവുന്നതാണ്. 3 ഇയേഴ്സിലേക്കായിരിക്കും ആ നിയമനം വരുന്നത്. അത് വീണ്ടും 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ട്രെയിനി എഞ്ചിനീയർ ആയിരുന്നിട്ട് പിന്നീട് പ്രോജക്റ്റ് എഞ്ചിനീയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീറ്റൻഷൻ ബോണസ് കിട്ടുന്നതായിരിക്കും. പെർ ഇയറിൽ 25,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 1 lakh റുപ്പീസ് 4 ഇയേഴ്സിൽ കിട്ടുന്നതായിരിക്കും. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യാനായിട്ടൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നേരിട്ട് വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. ക്രൈറ്റീരിയ ക്വാളിഫൈ ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാകും. നിങ്ങളെ SMS വഴിയോ ഇമെയിൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന്
കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നേരിട്ട് സെലക്ഷന് വേണ്ടി പോകേണ്ടതാണ്. വെന്യൂ ബാംഗ്ലൂരിലാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഒക്ടോബർ 25, മെക്കാനിക്കൽ ആണെങ്കിൽ ഒക്ടോബർ 25, കമ്പ്യൂട്ടർ സയൻസ് ഒക്ടോബർ 26, ഇലക്ട്രിക്കൽ ഒക്ടോബർ 26. ഇതാണ് ഡേറ്റ് വരുന്നത്. വെന്യൂ ബാംഗ്ലൂരിൽ തന്നെയാണ്. ഈ ഡേറ്റ് അനുസരിച്ചാണ് നിങ്ങൾ നേരിട്ട് സെലക്ഷന് പങ്കെടുക്കേണ്ടത്. റിട്ടേൺ ടെസ്റ്റിന് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. 85 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ടെക്നിക്കൽ ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നെഗറ്റീവ് മാർക്കുണ്ട്. റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്നവർക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ട്രെയിനിങ് എഞ്ചിനീയർ 1 177 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST കാറ്റഗറി ആണെങ്കിലും PWBD കാറ്റഗറി ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, ഫൈനൽ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, SC/ST OBC PWBD EWS ഒക്കെ ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 7 ആണ്. അതിനു മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ബാംഗ്ലൂർ കോംപ്ലക്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്തിട്ട് നേരിട്ട് സെലക്ഷനിൽ പങ്കെടുക്കേണ്ടതാണ്. ബാംഗ്ലൂരിലാണ് വെന്യൂ വരുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ബാംഗ്ലൂർ കോംപ്ലക്സിലാണ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.